ഹായ് ഗായ്സ്, നമുക്കിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പാൽപുട്ട് ഉണ്ടാക്കിയാലോ? ഇത് ഞാൻ ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടൊരു ഐറ്റം ആണ് കേട്ടോ. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 ഗ്ലാസ് പുട്ടുപൊടി, 1.5 ഗ്ലാസ് പാൽ. 1 ഗ്ലാസ് പാൽ എടുക്കുന്നവരുണ്ട്, 1.5 ഗ്ലാസ് പാൽ എടുക്കുന്നവരുണ്ട്, 2 ഗ്ലാസ് പാൽ എടുക്കുന്നവരുണ്ട്. ഞാൻ 1.5 ഗ്ലാസ് പാലാണ് എടുത്തത്. പിന്നെ തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്, പഞ്ചസാര. ഇവിടെ കല്ലുപ്പിൽ വെള്ളം ചേർത്താണ് ഉപയോഗിക്കുന്നത്. സാധാരണ എനിക്ക് ഫോണിൽ കാണുന്ന റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യാൻ വലിയ മടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലവ് കൂടുതലായിരിക്കും. ഇതിന് വലിയ ചിലവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഞാനിവിടെ പൊൻകതിരിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് അല്ലെങ്കിൽ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണമല്ലോ. ഈ പുട്ടും നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അല്പം ചെറിയ ലൂസായിട്ടിരിക്കണം. അതിനുശേഷം നമ്മളൊരു പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യ് തടവി ഈ മിക്സ് ഇതിലോട്ട് ചേർക്കുക. എൻ്റെ മിക്സ് ചെറുതായിട്ടൊന്ന് കട്ടിയായിപ്പോയി. പൊൻകതിറിൻ്റെ മാവായത് കൊണ്ടാണെന്ന് തോന്നുന്നു. എന്നിട്ട് നമുക്കിത് ആവി കയറ്റിയെടുക്കാം. ഒരു 10-20 മിനിറ്റ് നമുക്കിത് വേവിക്കേണ്ടി വരും. അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഇത് വെന്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇത് മുറിക്കണ ഒരു പിച്ചാത്തി ഉണ്ടായിരുന്നു, പക്ഷേ അത് പെട്ടെന്ന് കാണുന്നില്ല. അതെവിടെ പോയാൽ. അതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചാണ് മുറിച്ചത്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യം നമ്മൾ ഞാൻ ഈ പുട്ടിൽ പാലൊക്കെ ഒഴിച്ച് കഴിക്കും. അത് എനിക്ക് ആ ഒരു ടേസ്റ്റായിട്ടാണ് തോന്നിയത്. എന്നാലും എല്ലാവരും അത്യാവശ്യം നല്ല കമൻറ്റൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ചിക്കൻ കറിയുടെ കൂടെയോ ബീഫിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ഇവിടെ കടലക്കറിയായിരുന്നു, അതുകൊണ്ട് കടലക്കറി കൂട്ടി കഴിക്കും.